ഹായ്, നമുക്ക് കൺസൈൻമെന്റില് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് അനുസരിച്ചുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. രണ്ട് പാർട്ടീസ് ഉണ്ട്, JJ ലിമിറ്റഡ് ഹൈദരാബാദ്, ദെൻ KK ലിമിറ്റഡ് ചെന്നൈ. JJ ലിമിറ്റഡ് KK ലിമിറ്റഡിന് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതിന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെറിയ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലെ. ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രൈസ് പറയുന്നുണ്ട്, ഇൻവോയ്സ് പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് ₹80,000. സോ ഇൻവോയ്സ് പ്രൈസ് ₹80,000. ഓക്കെ, ഇനി എന്താ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്? അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻവോയ്സ് പ്രൈസ് ₹80,000 ആണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇൻവോയ്സ് വാസ് മെയ്ഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 33.33% ഓൺ കോസ്റ്റ്. അതായത് അവിടെ ലോഡിങ് വന്നിട്ടുണ്ട്. ആക്ച്വൽ കോസ്റ്റിനല്ല സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ആക്ച്വൽ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും ഒരു 33.33% എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇൻവോയ്സ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ അറിയണം? ആ 33.33% ആയ ലോഡിങ് എത്രയാണെന്നും കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നും അറിയണം. എന്നൊക്കെ മാത്രമേ നമുക്ക് മുമ്പോട്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്, പിന്നെ എന്താ തന്നിരിക്കുന്നത്? ലോഡിംഗ് ആണ്, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ട്. ലോഡിംഗ് എന്ന് പറയുന്നത് 33.33% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇല്ല. അങ്ങനെ വരുമ്പോ ഞാനൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വരുമ്പം ലോഡിംഗ് is equal to invoice price into rate divided by 100 plus rate. അതായത് ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്, ലോഡിങ്ങിന്റെ പെർസെന്റേജ് കോസ്റ്റ് പ്രൈസ് അനുസരിച്ചാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ലോഡിംഗ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 പ്ലസ് റേറ്റ്, ദാറ്റ് ഈസ് 80,000 into 33.33 divided by 133.33. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ പ്ലേസ് ഒക്കെ വരും, നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ആൻസർ വരുന്നത് ₹20,000. സോ 20,000 ലോഡിംഗ് കൂടെ കൊടുത്തിട്ടാണ് ഈ 80,000 ഇൻവോയ്സ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാ? കോസ്റ്റ് പ്രൈസ് is equal to invoice price minus loading. Invoice price minus loading എന്ന് പറയുമ്പോൾ ₹60,000. അപ്പൊ നമ്മൾ ഇനീഷ്യൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തു വെച്ചു. ഇൻവോയ്സ് പ്രൈസ് എത്രയാ, ലോഡിംഗ് എത്രയാ? ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസിന്റെ ഉള്ളൂ. കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഒരു ചെറിയ ഒരു പ്രോഫിറ്റ് മാർജിനും കൂടെ കൺസൈനി അറിയാതെ ചാർജ് ചെയ്യും. ഓക്കെ, അത് ₹20,000 ആണ്. കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് ₹60,000. ഇനി നമുക്ക് പ്രോബ്ലത്തിന്റെ വർക്ക്ഔട്ടിലോട്ട് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് കൺസൈനറുടെ ബുക്സ് ആണ്. കൺസൈനർ എന്ന് പറയുന്നത് JJ ലിമിറ്റഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്. നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ലെജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ജേർണൽ എൻട്രി പറഞ്ഞു പോകും. അതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് ജേർണൽ എൻട്രി വരുന്നത് കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്, ഡെറ്റർ ടു ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2017. Consignment to Chennai account debtor to goods sent on consignment. Goods sent on consignment. Amount എന്ന് പറയുന്നത് 80,000. Amount 80,000. ബ്രാക്കറ്റിൽ വേണേൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സെന്റ്. അത് നന്നായിരിക്കും, അങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇനി ഗുഡ്സ് സെന്റ് ചെയ്യുന്ന സമയത്ത് കൺസൈനറായ JJ ലിമിറ്റഡിന് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. That is freight and insurance. കൺസൈനർക്ക് എക്സ്പെൻസ് വരുമ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ അത് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റ് സൈഡിലോട്ട് വരാം. സെയിം ഡേറ്റ് കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്, ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് വഴിയാണ് എക്സ്പെൻസ് കൊടുക്കുന്നത്. സോ ഡെറ്റർ ടു ബാങ്ക്. എമൗണ്ട് എന്ന് പറയുന്നത് 6,000. ഓക്കെ, ഇനി അടുത്ത എന്താ സംഭവിച്ചിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബില്ല് ഡ്രോ ചെയ്തതായിട്ടും കൺസൈനി ആ ബില്ല് അക്സെപ്റ്റ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, നമുക്കത് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് കാണിക്കണ്ട, പക്ഷെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞ ഒരു കൺസൈനി ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കൺസൈനറിനെ സംബന്ധിച്ചിടത്തോളം ആ ബില്ല് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ബിൽസ് റിസീവബിൾ ആണ്, അതൊരു അസറ്റ് ആണ്. സോ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ഡെബിറ്റും
ആരാ അക്സെപ്റ്റ് ചെയ്യുന്നത്? കൺസൈനി ആയ KK ലിമിറ്റഡ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു KK ലിമിറ്റഡ്. ആ എൻട്രി നമുക്ക് KK ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലും എഴുതാം. ഇപ്പൊ തൽക്കാലം വേണ്ട. അത് കൂടാതെ അവിടെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ പൈസ വരും. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ചാർജ് ആണ്. സോ ഡിസ്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലും ഡെബിറ്റ് വരും. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു, എന്താ ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ബിൽ റിസീവബിൾ ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. സോ ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. അതൊക്കെ നമുക്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ എഴുതാം. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ആ ഓർഡറിലാണ് ജേർണൽ എൻട്രി വരുന്നത് പറഞ്ഞോളൂ. ഇനി അടുത്ത നമുക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാല് കൺസൈനിക്ക് കുറച്ച് ചെലവ്. കൺസൈനിക്ക് ചെലവ് വന്നാലും കൺസൈൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് ആണെന്ന് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. സോ ഡെബിറ്റ് സൈഡിലോട്ട് വരിക. ഡേറ്റും എല്ലാം പറയുന്നുണ്ടോ? ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ മതി. ഇനി ലാസ്റ്റ് ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ഇട്ടാൽ മതി. കാരണം അതിനിടയ്ക്ക് ഏത് ദിവസമാണ് അക്സെപ്റ്റ് ചെയ്തത്, ബിൽ അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഡെലിവറി എടുത്തതൊന്നും പറയുന്നില്ല. സോ ഇനി നമുക്ക് എല്ലാം ലാസ്റ്റ് ഡേറ്റ് ഇടാം. 30/6/2017. സോ കൺസൈൻമെന്റ് ചെന്നൈ അക്കൗണ്ട് ഡെറ്റർ ടു, കൺസൈനിയുടെ പേര് എഴുതി വെക്കുക. കാരണം കൺസൈനി വഴിയാണ് ചെലവ് വന്നിരിക്കുന്നത്. കൺസൈൻമെന്റ് ചെന്നൈ അക്കൗണ്ട് ഡെറ്റർ ടു KK ലിമിറ്റഡ്. 3 എക്സ്പെൻസ് ഉണ്ട്. 3 നിങ്ങൾ ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലോട്ട് എഴുതുക. മൊത്തം എത്ര വരും? 7,000. ഇനി നെക്സ്റ്റ് അവിടെ സെയിൽസ് നടന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഗുഡ്സിന്റെ 3/5 ഗുഡ്സും സെയിൽ ചെയ്തു. എമൗണ്ട് എന്ന് പറയുന്നത് 56,000. സെയിൽസ് എന്ന് പറഞ്ഞാൽ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഇൻകം ആണ്. സോ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റം ആണ്. സോ ലാസ്റ്റ് ഡേറ്റ് ഇടാം 30/6/2017. ആര് വഴിയാ സെയിൽസ് നടക്കുന്നത്? KK ലിമിറ്റഡ് വഴിയാണ്. സോ ബൈ KK ലിമിറ്റഡ്, എമൗണ്ട് 56,000. അപ്പൊ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കാണിക്കാം സെയിൽ ഓഫ് 3/5 ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ സോൾഡ് 3/5 ഗുഡ്സ് എന്നോ അങ്ങനെ വല്ലതും നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ ജേർണൽ എൻട്രി എങ്ങനെയാ പറയുന്നത്? KK ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ് ടു ചെയ്യണം. ഇനി അടുത്ത എന്താ സംഭവിച്ചിരിക്കുന്നത്? കമ്മീഷൻ കൊടുക്കാം. കമ്മീഷൻ സാധാരണ പോലെയാണോ എന്ന് നോക്കിയിട്ട് കമ്മീഷൻ കൊടുക്കുമ്പോൾ എൻട്രി എന്താ? കൺസൈൻമെന്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. സോ ഡെബിറ്റ് സൈഡിൽ വരിക 30/6/2017. ആർക്കാ കമ്മീഷൻ കൊടുക്കുന്നത്? KK ലിമിറ്റഡിനാണ്. സോ ടു KK ലിമിറ്റഡ്, കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട് ഡെറ്റർ ടു KK ലിമിറ്റഡ്. ഇനി സാധാരണഗതി നമ്മളോട് പറയും ഇത്ര പെർസെന്റേജ്, സെയിൽസിന്റെ ഇത്ര പെർസെന്റേജ്, അതിന്റെ കൂട്ടത്തിൽ ഡയറക്ടറുടെ കമ്മീഷൻ ഒക്കെ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5% ഓൺ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് 25% ഓഫ് എനി സർപ്ലസ് റിയലൈസ്ഡ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അടുത്ത നമുക്ക് വർക്കിംഗ് നോട്ടിലോട്ട് വരാം. കാൽക്കുലേഷൻ ഓഫ് കമ്മീഷൻ. കമ്മീഷൻ അവിടെ രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4% പിന്നെ ഒരു 25%. 4% എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ബേസിലാണ് 4%. 25% എന്ന് പറയുന്നത് ഒരു എക്സസ് പ്രൈസ് റിയലൈസിന്റെ ബേസിൽ. ആദ്യം നമുക്ക് ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് നോക്കാം. ഈ 56,000 എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. Then 80,000 എന്ന് പറഞ്ഞാലോ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്? വളരെ സിമ്പിൾ ആണ്. എത്രയാണ് ടോട്ടൽ? 80,000. ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80,000. എത്ര പോർഷൻ ഓഫ് ഗുഡ്സ് സെയിൽ ചെയ്തു? 3/5 സെയിൽ ചെയ്തു. സോ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 80,000ന്റെ 3/5. കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് sold is equal to 80,000 into 3/5. 3/5 ആണ് സെയിൽ ചെയ്തത്. സെയിൽ ചെയ്ത ഗുഡ്സിന്റെ പോർഷൻ 80,000 എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് കൺസൈൻ. സോ 80,000ന്റെ 3/5 that is rupees 48,000. അപ്പൊ ഇനി ആദ്യം നമുക്ക് ഈ 48,000ൽ എത്ര കമ്മീഷൻ വരും എന്ന് നോക്കാം. 4% കമ്മീഷൻ ഓൺ invoice price of goods sold is equal to 48,000 into 4/100. 48,000 into 4/100 എന്ന് പറയുന്നത് 1,920
1920. അപ്പൊ ആദ്യത്തെ കമ്മീഷന്റെ പോർഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? 25% ഓൺ എനി എക്സസ് റിയലൈസ്ഡ്. അതായത് ഗുഡ്സ് സോൾഡ് സെയിൽ ചെയ്തതിന്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 48,000. ഈ 48,000-നെക്കാട്ടിലും എത്രയെങ്കിലും എക്സസ് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് പോർഷന്റെ 25%. അപ്പൊ ആ എക്സസ് പോർഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ആക്ച്വൽ സെയിൽ പ്രൈസ് മൈനസ് ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന്റെ ഡിഫറൻസ് ആണ് എക്സസ് അല്ലെങ്കിൽ സർപ്ലസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാം. സർപ്ലസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സെയിൽ പ്രൈസും ഇൻവോയ്സ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ്. സോ സർപ്ലസ് റിയലൈസ് ഈസ് ഈക്വൽ ടു 56,000 മൈനസ് 48,000. ദാറ്റ് ഈസ് ഈക്വൽ ടു ₹8,000. ഇനി ഈ 8,000-ന്റെ കമ്മീഷൻ എത്ര? 8,000-ൽ എത്രയാണ് കമ്മീഷൻ എന്ന് പറയാം, അത് നോക്കാം. 25% കമ്മീഷൻ ഓൺ സർപ്ലസ് റിയലൈസ്ഡ്. 25% commission on surplus realized is equal to 8,000 into 25 by 100, that is ₹2,000. So total commission എന്ന് പറയുന്നത് ₹3,920. 3,920 ആണ് ടോട്ടൽ കമ്മീഷൻ പേയബിൾ ടു ദ കൺസൈനർ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എങ്ങനെ കാൽക്കുലേഷൻ ആണെന്ന് പിടി കിട്ടിയല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുക. ഇതേപോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ കമ്മീഷന്റെ എൻട്രിയുടെ നേരെ നമുക്ക് ആ എമൗണ്ട് എഴുതാലോ, 3,920. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ അൺസോൾഡ് സ്റ്റോക്കിലോട്ട് പോവാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗുഡ്സ് സെന്റിന്റെ കേസിൽ ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയ ലോഡിങ് ക്യാൻസൽ ചെയ്ത് കളയണം. ക്യാൻസൽ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുക. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. സോ ഒരു ക്രെഡിറ്റ് ചെയ്യണം. സോ ലാസ്റ്റ് ഡേറ്റ് ഇടുക 36/17. ലോഡിങ്ങിന്റെ എൻട്രി ആണ്. ലോഡിങ് ക്യാൻസൽ ചെയ്യാനുള്ള എൻട്രി ആണ്. ബൈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ബൈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ലോഡിങ്ങിന്റെ എമൗണ്ട് എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? 20,000. ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതിക്കോണം ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ്. ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ്. ഈ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞേ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ബെറ്റർ ടു കൺസൈൻമെന്റ് ടു ചെന്നൈ ആക്കാം. ഈ എൻട്രിയുടെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സ്പെൻസ് കൂടി നിൽക്കുകയാണ്. ഇൻവോയ്സ് പ്രൈസ് എഴുതുമ്പോൾ ഇവിടെ എക്സ്പെൻസ് കൂടി നിൽക്കുകയാണ്. ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കുകയാണ്. ഡെബിറ്റ് സൈഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇൻകത്തിന്റെ സൈഡ് കൂട്ടിയാൽ മതി. സോ ഇൻകത്തിന്റെ സൈഡായ ക്രെഡിറ്റ് സൈഡിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യും. ആ ഡിഫറൻസ് 20,000-ന്റെ ഒരു എൻട്രി പാസ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 80,000-ന്റെ എഫക്ട് പോയിട്ട് 60,000-ന്റെ എഫക്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അൺസോൾഡ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷനിലോട്ട് പോവാം. അൺസോൾഡ് സ്റ്റോക്കിന്റെ എൻട്രി ഏത് സൈഡിലാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. സോ 36/17 ലാസ്റ്റ് ഡേറ്റില് ബൈ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ, അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. unsold stock. Okay, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. ഇൻവോയ്സ് പ്രൈസ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എത്രയാ ടോട്ടൽ ഇൻവോയ്സ് പ്രൈസ്? 80,000. എത്ര സെയിൽ ചെയ്തു? 3/5 സെയിൽ ചെയ്തു. സോ ബാക്കി എത്രയുണ്ട്? 3/5 സെയിൽ ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 2/5 ബാക്കിയുണ്ട്. സോ ഇൻറ്റു 2/5 അത്രേ ഉള്ളൂ. നേരത്തെ നമുക്ക് യൂണിറ്റ്സ് ആയിരുന്നു. ഇത്ര ബാക്കിയുണ്ട്, 40 യൂണിറ്റ്സ് ബാക്കിയുണ്ട്, 60 യൂണിറ്റ്സ് ബാക്കിയുണ്ടെന്നൊക്കെ ആയിരുന്നു. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ പോർഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 2/5, 3/5 എന്നൊക്കെ പറഞ്ഞ പോർഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 3/5 സെയിൽ ചെയ്താൽ ബാക്കി അൺസോൾഡ് എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. സോ എത്ര വരും? 80,000-ന്റെ 2/5 എന്ന് പറയുന്നത് എത്ര വരും? 32,000 ആണ് അൺസോൾഡ് സ്റ്റോക്കിന്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രപ്പോർഷനേറ്റ്
expenses of consignor, that is JJ Limited. So add proportionate expenses of JJ Limited. Proportionate expenses of JJ Limited. JJ Limited total expenses 6,000. Proportionate എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നും നോക്കണ്ട. സാധാരണഗതി നമ്മൾ ടോട്ടൽ യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തു, പിന്നെ എത്ര യൂണിറ്റ്സിനെയാണ് വേണ്ടത് അത് ഇൻറ്റു ചെയ്യും. ഇവിടെ അതിന് എളുപ്പം എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 2/5. ദാറ്റ്സ് ഓൾ. ഈ പോർഷൻ ഒക്കെ തരുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇൻറ്റു 2/5 എന്ന് പറയുന്ന എമൗണ്ട് 2,400. ഓക്കെ, നെക്സ്റ്റ് എന്താ, പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്. ആഡ് പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്. നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് KK ലിമിറ്റഡ്, അതായത് കൺസൈനിയുടെ നോൺ റെക്കറിംഗ് എക്സ്പെൻസ്. ടോട്ടൽ 7,000. അപ്പൊ അതിനകത്ത് നോൺ റെക്കറിംഗ് ഏതാ, 3 എക്സ്പെൻസ് ഉണ്ട് അവിടെ. 4,000 എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഉണ്ട്, 2,100 ഉണ്ട്, 900 ഉണ്ട്. ഇതിൽ ഏതാ നോൺ റെക്കറിംഗ്? ഗോഡൌണിൽ എത്തുന്നതിന് മുമ്പുള്ള എക്സ്പെൻസ് 4,000 മാത്രമാണ് നോൺ റെക്കറിംഗ്. സോ അത് എടുത്താൽ മതി. 4,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. നമുക്ക് എത്ര മതി, അൺസോൾഡിന്റെ മാത്രം മതി. സോ 2/5 എടുത്താൽ മതി. സോ ഇൻറ്റു 2/5 എത്ര വരും എമൗണ്ട്, 1,600. സോ ടോട്ടൽ എമൗണ്ട് എത്ര വരും, 36,000. ഈ എമൗണ്ട് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എഴുതിയാണ് 36,000. തീർന്നോ? കംപ്ലീറ്റ് ആയ കൺസൈൻമെന്റ് അക്കൗണ്ട്? ഇല്ല, ഇനി എന്തും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തപ്പോൾ അവിടെ ഇൻവോയ്സ് പ്രൈസിനാണ് സെൻഡ് ചെയ്തത്. സോ ആ ഇൻവോയ്സ് പ്രൈസിന്റെ എഫക്ട് കളയാനായിട്ട്, ആ ലോഡിങ്ങിന്റെ എഫക്ട് കളയാനായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എൻട്രി പാസ് ചെയ്തു, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്തു. ഗുഡ്സ് സെൻഡ് ചെയ്ത ഇൻവോയ്സ് പ്രൈസിനായതുകൊണ്ട് അൺസോൾഡ് സ്റ്റോക്ക്, അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ എന്ത് ബേസിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇൻവോയ്സ് പ്രൈസിലാണ്. സോ ആ ഇൻവോയ്സ് പ്രൈസിന്റെ എഫക്ട് കളയാനായിട്ട് എന്ത് ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യും, അല്ലെ? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇത് ക്രെഡിറ്റ് സൈഡിലാണ് ഇപ്പൊ കൂടി നിൽക്കുന്നത്. 36,000 എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ കൂടി നിൽക്കുകയാണ്, കാരണം അവിടാണ് ഇൻവോയ്സ് പ്രൈസിന്റെ എഫക്ട് വന്നിരിക്കുന്നത്. ഇൻകം സൈഡായ ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നു. ആ എഫക്ട് കളയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ ഒരു എൻട്രി പാസ് ചെയ്യണം. സോ ലാസ്റ്റ് ഡേറ്റ് ടു എന്ത് അക്കൗണ്ട്, ഒരു പുതിയ അക്കൗണ്ട് നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുക. ആ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് റിസർവ്. സോ ജേണൽ എൻട്രി എന്താ, കൺസൈൻമെന്റ് ചെന്നൈ അക്കൗണ്ട് ടു സ്റ്റോക്ക് റിസർവ്. സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എമൗണ്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടി വരിക? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെ കണ്ടുപിടിച്ച്, നമ്പർ ഓഫ് യൂണിറ്റ്സ് അൺസോൾഡ് ഇൻറ്റു ഇൻവോയ്സ് പ്രൈസിന്റെ കോസ്റ്റ് പ്രൈസിന്റെ ഡിഫറൻസ്, അല്ലെ? ഇവിടെ നമുക്ക് അത്രയും വലിയ പാടൊന്നുമില്ല. ഇവിടെ നമുക്ക് യൂണിറ്റ്സ് ഒന്നും തന്നിട്ടില്ല, ഇവിടെ എല്ലാം ടോട്ടലേ തന്നിട്ടുള്ളൂ. അപ്പൊ അതെന്താണ്, നമ്മൾ ടോട്ടൽ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. സോ സ്റ്റോക്ക് റിസർവ് ഈസ് ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 80,000, കോസ്റ്റ് പ്രൈസിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 60,000, ലോഡിങ്ങിന്റെ ടോട്ടൽ എത്രയാ, 20,000. സോ 20,000 എടുക്കുക, 20,000 ഇൻറ്റു, അതാണല്ലോ ഇൻവോയ്സ് പ്രൈസിനെ കോസ്റ്റ് പ്രൈസിനെ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് യൂണിറ്റ്സ് വെച്ച് തരാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ടോട്ടൽ ലോഡിംഗ് ഇൻറ്റു എത്ര പോർഷൻ അൺസോൾഡ് ആയിട്ടിരിക്കുന്നത്, 2/5 പോർഷൻ ആണ്. സോ ഇൻറ്റു 2/5. ഈ ഇങ്ങനെ പോർഷൻ ഒക്കെ വെച്ച് തരുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചെയ്താൽ മതി സ്റ്റോക്ക് റിസർവിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. സോ 20,000 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ എമൗണ്ട് 8,000. എമൗണ്ട് ഈസ് 8,000. സോ നമുക്ക് 8,000 ഇങ്ങോട്ടങ്ങ് എഴുതി വെക്കാം, 8,000. ഇനി വല്ലതും ഉണ്ടോ ഈ അക്കൗണ്ടിൽ, എന്തെങ്കിലും എഴുതാനുണ്ടോ? എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട് വരേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ട് സൈഡിൽ നോക്കുക, ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നാലും കൊള്ളാം, ഇവിടെ വന്നാലും കൊള്ളാം. ലാസ്റ്റ് ഡേറ്റ് ഇട്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയോ? ഇപ്പൊ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിന് എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യേണ്ടത്? ഇത്തവണ കമ്മീഷനകത്ത് ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അല്ലെ? സ്പെഷ്യൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും നോക്കി വെക്കുക. ഇത് നമുക്ക് അടുത്ത അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞു പോകത്തുള്ളൂ, കാരണം അടുത്ത അക്കൗണ്ട്സ് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അവിടെ വലിയ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒന്നും വരുന്നില്ല. ബാക്കിയുള്ള അക്കൗണ്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകത്തുള്ളൂ. കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുന്നതും പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാൽക്കുലേഷൻസും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി. ഓക്കെ, നമുക്കിനി കൺസൈനറുടെ ബുക്സിൽ ഈ 3 അക്കൗണ്ട്സ് ആണ് ഇനി പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ കൺസൈനറുടെ ബുക്കിൽ ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കൺസൈനിയുടെ അക്കൗണ്ട് ആണ്. കൺസൈനി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ് നമ്മൾ ഇവിടെ എഴുതണം. ഏതൊക്കെ രീതിയിലാണ് ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കൺസൈനി എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റർ ആയിട്ട് എടുക്കണം,
ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് കൺസൈനറോടുള്ള ബാധ്യത കൂട്ടുന്ന ഐറ്റം ആയിട്ട് സെയിൽസ് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് കൺസൈനറോടുള്ള ബാധ്യത കുറയ്ക്കുന്ന ഐറ്റം ആയിരിക്കും. സോ എക്സ്പെൻസും ബിൽസ് റിസീവബിളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷനും ഒക്കെ ആയിരിക്കും ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാമല്ലോ. ആദ്യത്തെ ഐറ്റം എന്താ? ബിൽസ് റിസീവബിൾ അക്സെപ്റ്റ് ചെയ്യുന്ന എൻട്രി ആണ് ഇവിടെ നമുക്ക് എഴുതേണ്ടി വരുന്നത്. അതിന്റെ ഡേറ്റ് പറയാത്തതുകൊണ്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ദിവസം അതേതാണോ ആ ഡേറ്റ് തന്നെ നമുക്ക് അങ്ങ് ഇടാം. ആ ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2017. 1/1/2017. ബിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബിൽസ് റിസീവബിളിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റും കൺസൈനിയുടെ അക്കൗണ്ടിൽ KK ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റും. സോ ക്രെഡിറ്റ് സൈഡില് ബൈ ബിൽസ് റിസീവബിൾ. എമൗണ്ട് എത്രയാ വരുന്നത്? ടോട്ടൽ ഗുഡ്സ് കൺസൈനിന്റെ 60%. സോ 80,000ന്റെ 60%. 80,000ന്റെ 60% എന്ന് പറയുമ്പോൾ 48,000. ഇനി അടുത്ത എന്താ? കൺസൈനിക്ക് ചെലവ്. ഓക്കെ, കൺസൈനി ചെലവാക്കി അല്ലെ, കൺസൈൻമെന്റിന് വേണ്ടി കൺസൈനി ചെലവാക്കി. കൺസൈൻമെന്റിന് വേണ്ടി കൺസൈനി ചെലവാക്കുമ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റും കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റും വരും. സോ ഡേറ്റ് 36/17. ബൈ എന്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത്? കൺസൈൻമെന്റിന് വേണ്ടിയാണ്. സോ കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്. ഫുൾ ആയിട്ട് നിങ്ങൾ എഴുതിക്കോണേ. കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്. എമൗണ്ട് വരുന്നത് 7,000. ഇനി അടുത്ത എന്താ? സെയിൽസ് നടത്തും. സെയിൽസ് നടത്തുമ്പോൾ കൺസൈനിക്ക് ബാധ്യത കൂടും. സോ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ അത് ഇൻകം ആണ്, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റും വന്നു. കൺസൈനായ KK ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റും 36/17. എന്താ വരുന്നത്? ടു കൺസൈൻമെന്റിന് വേണ്ടിയാണ്. കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്. എമൗണ്ട് 56,000. ഇനി കമ്മീഷൻ. കമ്മീഷന്റെ കേസാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൺസൈൻമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെലവായതുകൊണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റും ബാധ്യത കുറയ്ക്കുന്ന ഐറ്റം ആയതുകൊണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റും. സോ ക്രെഡിറ്റ് സൈഡില് 36/17 ബൈ കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്. എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണല്ലോ, 3,920. ഓക്കെ, ഇനി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയേ. ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല വരുന്നത്. ഇനി വേറെ ഒന്നും ഇതിനകത്ത് എഴുതാനില്ല. സാധാരണ വരുന്ന പോലെ അല്ല ബാലൻസ് വരിക, സൈഡ് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. കാരണം ഇത് നമ്മുടെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കൺസൈൻമെന്റ് ഇനിയും ഉണ്ടല്ലോ, ഗുഡ്സ് മൊത്തം സെയിൽ ചെയ്ത് തീർന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് സൈഡിലാണോ ബാലൻസ് വരുന്നത്, ഇപ്പൊ എമൗണ്ട് സെൻഡ് ചെയ്തതായിട്ട് ഒന്നും പറയാത്തതുകൊണ്ട് ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഈ സൈഡാണ് കൂടുതൽ വരുന്നത്, ബാലൻസ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും നാളും സെയിലിന്റെ സൈഡാണ്, ഡെബിറ്റ് സൈഡാണ് കൂടി നിന്നത്. നമ്മൾ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യനകത്തൊക്കെ സെയിലിന്റെ ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കും, ഇവിടെയാണ് ബാലൻസ് വരിക. അപ്പൊ ബാലൻസ് അങ്ങനെയാണ് സാധാരണ വരേണ്ടത്. ബാക്കി എത്ര എമൗണ്ട് കൺസൈന് തരാനുണ്ടെന്നുള്ള രീതിയിൽ ഇവിടെയാണ് ബാലൻസ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ തിരിച്ചു വന്നു. ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അഡ്വാൻസ് ആയിട്ട് കൺസൈന് കുറച്ച് കൂടുതൽ പൈസ ആദ്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ സൈഡില് ബാലൻസ് വരുന്നത് കൊണ്ട്. അതായത് ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കൺസൈന് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകാം. ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബിൽസ് റിസീവബിൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ എൻട്രി ബിൽ അക്സെപ്റ്റ് ചെയ്യുന്ന എൻട്രിയാണ്. ബിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് വരും. അസറ്റ് ആണ്, അസറ്റ് കൂടുന്നു, അസറ്റിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് വരും. സോ ഡേറ്റ് 1/1/17. ആരാ ബിൽ അക്സെപ്റ്റ് ചെയ്യുന്ന? KK ലിമിറ്റഡ് ആണ്. സോ ടു KK ലിമിറ്റഡ് അക്കൗണ്ട്. അതായത് ആ ക്രെഡിറ്റിൽ വന്നത് ഈ ഡെബിറ്റിലോട്ട് വരുന്നതേ ഉള്ളൂ. എമൗണ്ട് 48,000. ഇനി ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബില്ല് ഇല്ലാതാവും, അതായത് ബില്ലിന്റെ വാല്യൂ ഒന്ന് കുറയുന്നു. ഓക്കെ, സോ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. പൈസ വരുന്നുണ്ട്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ പൈസ വരുന്നുണ്ട്. സോ പൈസ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് വരും. ഇനി ഡിസ്കൗണ്ട് ചാർജ് വരുന്നുണ്ട്, എക്സ്പെൻസ് ആണ്. സോ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് വരും. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ്, കാരണം പൈസ വരുന്നു. ഡിസ്കൗണ്ട് കൊടുക്കുന്നതുകൊണ്ട്, അതായത് ചാർജ് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡിസ്കൗണ്ടിന്റെ അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് വരും. അത് ഓർത്തോണെ, ഡിസ്കൗണ്ടിന്റെ അക്കൗണ്ട് വരികയാണെങ്കിൽ അതിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ഇനി എന്താ ചെയ്യുന്നത്? ബില്ല് ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബില്ല് നമ്മൾ അങ്ങ് എടുത്ത് കൊടുക്കും. ബിൽസ് റിസീവബിൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ബിൽസ് റിസീവബിൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അതിന്റെ വാല്യൂ കുറയും. സോ ക്രെഡിറ്റ് സൈഡിൽ വേണം ആ ഡീറ്റെയിൽസ് എഴുതാൻ. നമുക്ക് ഡേറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഇതേ ഡേറ്റ് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഒന്നുകിൽ ഇതേ ഡേറ്റ് തന്നെ കൊടുക്കാം,
അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഡേറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സോ നമുക്ക് ഇതേ സെയിം ഡേറ്റ് തന്നെ അങ്ങ് കൊടുക്കാം. സെയിം ഡേറ്റിൽ തന്നെ അങ്ങ് ചെയ്തു എന്ന് കൊടുക്കാം. 1/1/2017 പൈസ വരുന്നു. സോ ബൈ ബാങ്ക്. ദെൻ ചാർജ് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, ബൈ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 3500. ബാക്കി എമൗണ്ട് ആണ് കളക്ട് ചെയ്യുന്നത്, ബാക്കി എമൗണ്ട് ആണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാമല്ലോ. ബാലൻസ് ചെയ്ത് എത്ര എമൗണ്ട് കിട്ടുന്നത് എഴുതാമല്ലോ. ഇവിടെ 48,000 ബാക്കി വരുന്ന എമൗണ്ട് അങ്ങോട്ട് എഴുതിയുണ്ട്. അപ്പൊ ബിൽസ് റിസീവറിന്റെ കാര്യം പിടികിട്ടിയില്ലേ? നല്ലതായിട്ട് മനസ്സിലാക്കി ചെയ്യും. ഇനി ലാസ്റ്റ് ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ്. ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റിലോട്ട് ആദ്യം ഗുഡ്സ് സെൻഡ് ചെയ്യും. ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്. ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അസറ്റിന്റെ വാല്യൂ കുറയും. നമ്മുടെ കയ്യിലുള്ള അസറ്റ് പുറത്തോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്, അസറ്റിന്റെ വാല്യൂ കുറയുക. സോ ക്രെഡിറ്റ് സൈഡിലാണ് അതിന്റെ ഡീറ്റെയിൽസ് എഴുതേണ്ടത്. ഗുഡ്സിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ നോക്കിക്കേ, കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ അത് എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിലാണ്. കാരണം കൺസൈൻമെന്റ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആംഗിൾ വരുന്ന ഐറ്റം ആണ്. ആ ഐറ്റം തന്നെ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ. ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് 1/1/2017. നമുക്കിവിടെ എഴുതാം ബൈ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്ത് എന്തിനു വേണ്ടി? കൺസൈൻമെന്റിന് വേണ്ടി. ബൈ കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്, എമൗണ്ട് 80,000. ഇനി കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമ്മൾ 80,000 ഇൻവോയ്സ് പ്രൈസ് ആയതുകൊണ്ട് ഇൻവോയ്സ് പ്രൈസിന്റെ എഫക്ട് കളയാനായിട്ട്, കോസ്റ്റ് പ്രൈസിന്റെ എഫക്ട് മാത്രം വരാനായിട്ട് എന്ത് ചെയ്തു? നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യും അല്ലെ. 20,000 എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്തു. അവിടെ ക്രെഡിറ്റിൽ വന്നു. ഓക്കെ, അപ്പൊ അവിടെ ക്രെഡിറ്റിൽ വന്നത് ഇവിടെ ഡെബിറ്റിൽ വരുന്ന ഐറ്റമാണ്. ഓക്കെ, അവിടെ ക്രെഡിറ്റിൽ വന്നു, ഇവിടെ ഡെബിറ്റിൽ വരും. അതിന്റെ റീസൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് ഇവിടെ ക്രെഡിറ്റ് സൈഡ് ഒരു 20,000 കൂടി നിൽക്കുകയാണ്. കാരണം ഇൻവോയ്സ് പ്രൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു 20,000 കൂടി നിൽക്കുകയാണ്. കാരണം ഇവിടെ കോസ്റ്റ് പ്രൈസിന്റെ എഫക്റ്റേ വരാൻ പാടുള്ളൂ, 60,000 എഫക്റ്റേ വരാൻ പാടുള്ളൂ. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരു 20,000 കൂടി നിൽക്കുകയാണ്. അതിന്റെ എഫക്ട് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് സൈഡിൽ ആ 20,000 എടുത്ത് എഴുതിയാൽ മതി. അവിടെ അതായത് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നതായിട്ട് ഇവിടെ ഡെബിറ്റിലുണ്ട്. ഓക്കെ, അതായത് റീസൺ ഇത്രേ ഉള്ളൂ. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 20,000 കൂടി നിൽക്കുന്നു. ആ ഒരു 20,000 എഫക്ട് ക്രെഡിറ്റ് സൈഡിൽ കളയാനായിട്ട് അത് ഡെബിറ്റ് ചെയ്താൽ മതി. ലാസ്റ്റ് ഡേറ്റ് 30/6/2017. ഏത് അക്കൗണ്ടിന്റെ പേരിൽ എഴുതുന്നത്? കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട്. കൺസൈൻമെന്റ് ടു ചെന്നൈ അക്കൗണ്ട് 20,000. സെയിം ജേർണൽ എൻട്രി അവിടെ എഴുതിയ ജേർണൽ എൻട്രി രണ്ടാമത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാലൻസ് ബാലൻസിംഗ് ഫിഗർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പൊ ഈ 36/17 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എടുത്ത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അസ്യൂം ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് എഴുതിയിട്ട് അസ്യൂം ദാറ്റ് 31/12/2017 is the last date of the accounting year എന്ന് പറഞ്ഞിട്ട് 31/12/2018 എന്ന് എഴുതിയിട്ട് 60,000 ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അത് അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് പറയും ഇന്ന ദിവസമാണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയും. അപ്പൊ ആ ക്ലോസിംഗ് ഡേറ്റ് ഇട്ടിട്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് എമൗണ്ട് എത്ര വരും? 60,000 ട്രാൻസ്ഫർ. അപ്പൊ ആ ഡേറ്റ് അതനുസരിച്ച് നിങ്ങളൊരു യുക്തിക്ക് അനുസരിച്ച് ചെയ്യുക. ഒന്നെങ്കിൽ ഇതേ ഡേറ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊരു ലാസ്റ്റ് ഡേറ്റ് അസ്യൂം ചെയ്തിട്ട് ആ ഡേറ്റ് ഇട്ടിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ. ഏകദേശം ഒരു ഐഡിയ ആയോ എങ്ങനെയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ആയല്ലോ. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ ഈ ഒരു മെത്തേഡിൽ ക്വസ്റ്റ്യൻ ചെയ്യിക്കത്തില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും നമ്മൾ കൺസൈനറുടെ ബുക്സിലുള്ള അക്കൗണ്ട്സ് എല്ലാം ആയി. ഇനി നമുക്ക് കൺസൈനിയുടെ ബുക്കിലോട്ടാണ് പോകേണ്ടത്. അത് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറുടെ അക്കൗണ്ട് വരും. ഏകദേശം ഈ അക്കൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. കൺസൈനർ എന്ന് പറഞ്ഞാൽ JJ ലിമിറ്റഡ്, കൺസൈൻ എന്ന് പറയുന്നത് KK ലിമിറ്റഡ്. KK ലിമിറ്റഡിന്റെ ബുക്സിൽ JJ ലിമിറ്റഡിന്റെ അക്കൗണ്ട്സ് വരും. അപ്പൊ ഇവിടെ ബിൽസ് റിസീവബിൾ ആയത് അവിടെ പോകുമ്പോൾ ബിൽസ് പേയബിൾ ആവും. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് അവിടെ ആ JJ ലിമിറ്റഡിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. വേറെ അക്കൗണ്ട്സ് ഒന്നും വേണ്ട, അത്രയും പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു.